സംസ്ഥാനത്ത് 2 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചത്. കൊല്ലം ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 39 ഡിഗ്രി സെൽഷ്യസ് താപനില ആയതോടെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചു. നിലവിൽ താപനില റെഡ് അലർട്ടിലേക്ക് കടക്കില്ലെന്നും സൂചനയുണ്ട്. പാലക്കാട് രേഖപ്പെടുത്തിയ 41.9 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതുവരെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന താപനില. ഇന്ന് പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂരിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും. സൂര്യാതാപം, നിർജ്ജലീകരണം എന്നിവ തടയാൻ കനത്ത ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. തൊഴിൽ സമയം പുനർക്രമീകരിച്ച് പുറത്തിറക്കിയ ഉത്തരവ് കർശനമായി നടപ്പാക്കണം. അതിഥി തൊഴിലാളികളിലേക്കും മുന്നറിയിപ്പുകളും സുരക്ഷാ നിർദ്ദേശങ്ങളും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. വ്യാപാര കേന്ദ്രങ്ങളിലും മാർക്കറ്റുകളിലും വായു സഞ്ചാരവും കുടിവെള്ളവും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് കനത്ത ചൂടിന്റെ സാഹചര്യത്തിൽ 2 ജില്ലകളിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും താപനില 39 ഡിഗ്രി സെൽഷ്യസ് ആയതോടെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചിട്ടുണ്ട്. നിലവിൽ താപനില റെഡ് അലർട്ടിലേക്ക് കടക്കില്ല എന്നും സൂചനയുണ്ട്. പാലക്കാട് രേഖപ്പെടുത്തിയ 41.9 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതുവരെ കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില. ഇന്ന് പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂരിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാനുള്ള സാധ്യതയാണുള്ളത്. സൂര്യാതാപം, നിർജ്ജലീകരണം എന്നിവ തടയാൻ കനത്ത ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. തൊഴിൽ സമയങ്ങൾ പുനർക്രമീകരിച്ച് പുറത്തിറക്കിയ ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്.